welcome back to day 5 of our Kashmir vlog. തണുപ്പ് എന്ന് വെച്ചാല് രാവിലെ 7 മണിക്ക് -2 ആണ്. അപ്പം അമ്മ പറയട്ടെ ഒരു മിനിറ്റ്, ഓക്കെ? അപ്പം അമ്മ എന്നല്ല, നമ്മളിപ്പോൾ നിൽക്കുന്ന ഹോട്ടൽ റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവരെ റെസ്റ്റോറൻറ്റ് ഇസ് അണ്ടർ റെനോവേഷൻ. അതുകൊണ്ട് നമ്മളോട് ഈശ്വരൻ എന്താ കാക്കയോ കാക്ക റൂമിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുതരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് റൂമിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ റൂമിൽ പുറത്ത് തന്നെ ഒരു ഇതുണ്ട്, എന്താണ്, കൗച്ചും ടേബിളും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. കാരണം ഇവിടെയും സെറ്റപ്പ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഭയങ്കര തണുപ്പ് കാരണം നമുക്ക് കഴിക്കാൻ പറ്റുമോന്ന് അറിയില്ല. സോ നമ്മൾ ഉള്ളിൽ നിന്നാണ് കഴിക്കുന്നത്. അല്ലേ ഇത്തു? അല്ലേ അല്ലേ? ഇന്ന് നമ്മൾ എവിടെയാ പോകുന്നത്? സോൻമർഗ്. നോ ബാഡ്. അപ്പൊ നമ്മളിന്ന് സോൻമർഗിൽ പോകുന്നതാണ്. സോൻമർഗിൽ പോകുന്നതിന് മുമ്പേ പെഹൽഗാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഗുൽമർഗിനെക്കാളും കാണാൻ ഭംഗി പെഹൽഗാമാണ്. നോക്ക്, ക്യാമറയിൽ അത്ര വൃത്തിയിൽ കിട്ടുന്നില്ല. കണ്ടോ ആ മഞ്ഞ് മലകൾ. ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ആ സൂര്യന്റെ ആ ഇങ്ങനെ വെളിച്ചം തട്ടുമ്പോൾ ആ സ്നോയിൽ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ലൈക്ക് അതുപോലെ ഒന്നും ക്യാമറയിലൊന്നും ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഓ, ഇതാണ് നമ്മളെ റൂമിൽ നിന്നുള്ള വ്യൂ. കിഡിലനല്ലേ? അതവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഇന്നലെ നമ്മൾ പോയിട്ടില്ല. എന്താണ് ആ പുഴയുടെ പേര്? ലിദർ ലേക്ക്. അതാണ് അത് നമ്മളിങ്ങനെ ഒഴുകി പോകുന്നത്. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഗുഡ് മോർണിംഗ് ഏതാ? അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്താ? ആലു പറാത്ത, എപ്പോഴും ആലു പറാത്ത ഉണ്ട്. പിന്നെന്താ, ഓംലെറ്റ് ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെന്താ ചനയല്ലേ വൈത്തേട്ടാ, ചോളയും ചനയും വരും. പിന്നെന്താ, ബ്രെഡ് ജാം ബട്ടറും വരും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേഗം പോവാം. നമ്മളെ ക്യാബ് ഇപ്പോൾ വരും. പിന്നെ നമ്മൾ ചായയും കാവ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ നമുക്ക് ഫുഡ് വന്നാൽ പിന്നെ വൈത്തേട്ട ചുറ്റുള്ളൊന്നും നോക്കില്ല. നമുക്കപ്പോൾ കഴിക്കാം. ഇത്തു എങ്ങനെയുണ്ട്? നൈസ് ഓക്കെ. അപ്പം ഞാനും ഇത്തും ഫസ്റ്റ് ട്രൈ ചെയ്തത് സാൻഡ്വിച്ച് ആണ്. ചിയേഴ്സ് ഇത്തു. ഓ ചിയേഴ്സ്. അച്ഛന് ചിയേഴ്സ് ഇല്ല. അച്ഛൻ ചിയേഴ്സ്. പിന്നെ നമ്മൾ ബനാനയും കഴിച്ചു. ഗ്രീൻ ആപ്പിൾ എല്ലാം ഇല്ലേ, പിന്നെ തേൻ ഉറ്റുന്നല്ലേ. എന്ത് ടേസ്റ്റാണ് ഗ്രീൻ ആപ്പിൾ. നല്ല ഇവിടുത്തെ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് എല്ലാം ഭയങ്കര ഫ്രഷ് അല്ലേ വൈത്തേട്ടാ? പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ എന്തോ കഴിച്ചത്, ആപ്പിൾ. ഓ, വെള്ളം ഇങ്ങനെ തെറിക്കുന്നായിരുന്നു നമ്മൾ കടിക്കുമ്പോൾ. വെരി നൈസ് അല്ലേ? പിന്നെ ഡ്രൈ ഫ്രൂട്ടിന്റെ അവിടെ പോയിട്ടാകുമ്പോൾ അതിങ്ങനെ പീയുമ്പോ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഭയങ്കര ഒറിജിനൽ. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല, നമുക്ക് അറിയില്ലല്ലോ. കട്ട് ചെയ്യുമ്പം ഈ ആൽമണ്ട് വാൾനട്ടെല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓയിൽ വരുന്നു എടുത്തത്. നാട്ടിലത്തെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല, നമ്മളത് ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി പോയിട്ട് വേണം ട്രൈ ചെയ്യാൻ. നമ്മളിവിടുന്ന് പറ്റിച്ചതാണോ നമുക്ക് അറിയണമെന്ന്, അല്ലേ? അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു വാക്കിന് ഇറങ്ങിയതാണ്. നമ്മളെല്ലാം റെഡിയായി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലിഡർ റിവർ ഇല്ലേ, നമ്മൾ ഇന്നലെ പോയ റിവർ. നമ്മളെ റൂമിൻ്റെ ഇതാണ് നമ്മളെ റൂം. അതിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെയാണ് റിവർ അങ്ങനെ ഒഴുകി പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വാക്കിന് പോകാമെന്ന് വെച്ചാൽ ബോഡി ഒന്ന് വാം ആവാം. കണ്ടോ, സ്കൈയും മറ്റു മലയിലെല്ലാം ഒരു കളറല്ലേ? അല്ലോ ഇത്തേട്ടാ, മലയും ആകാശം എല്ലാം ഒരുപോലെ തോന്നുന്നുണ്ട്. എങ്ങോട്ട്? അത് ക്രോസ് ചെയ്യാനാവില്ല എന്തായാലും. നമുക്ക് അപ്പുറത്തെ വേറെ വഴിയുണ്ടോ നോക്കണം. ആ വൈറ്റ് സാധനം കണ്ടോ, അത് ഉരുകാൻ ബാക്കിയുള്ള മഞ്ഞാണ്. ബാക്കിയുള്ളതൊക്കെ ഉരുകി പോയി. വെള്ളം നല്ല ക്ലിയർ ആട്ടാ. നമ്മളെ ഡ്രൈവർ ഇന്നലെ പറഞ്ഞിട്ട് പോയിട്ടാ ഇവര് പുഴയിലെ വെള്ളം കുടിക്കുന്നതെന്ന്. ഇതായിരിക്കൂല, അവർക്ക് മറ്റേ വെല്ലില്ല, കിണറില്ല, അവര് പുഴവെള്ളം തന്നെയാണ് കുടിക്കുന്നതെന്നാ പറഞ്ഞത്. അറിയില്ല കേട്ടാ. അപ്പോൾ നമ്മളിപ്പോൾ സോൺമർഗിലേക്ക് പോകുന്നതാണ്. പഹൽഗാമിന്ന് നമ്മൾ തിരിച്ച് ശ്രീനഗറിൽ പോയി അല്ലേ വൈദേട്ടാ? ആടുന്നാണ് സോൺമർഗ് പോകുന്നത്. സോൺമർഗ് പോകണമെങ്കിൽ ശ്രീനഗർ വഴി പോകാൻ പറ്റും. അതെ, ഇവിടുന്ന് ശ്രീനഗർ പോയി അവിടുന്ന് പഹൽഗാം അല്ല സോൺമർഗിലെ മറ്റേ ഫേമസ് ടണലില്ലേ, അത് ഞങ്ങൾക്കൊന്ന് കാണണം. പിന്നെ നമ്മൾ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല, കാരണം ഗുൽമർഗിൽ ഉണ്ടായ പോലെ തന്നെ സെയിം
ATVയും പിന്നെന്താ സ്കീയിങ് എല്ലാം ആണ്. അത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തല്ലേ, ഇനി ചെയ്യുന്ന എക്സ്പീരിയൻസ് ചെയ്യണ്ട. നമുക്ക് ആ ടണലൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങളെയും കാണിച്ചു തരാം. ഓക്കെ, അവിടെ നമ്മൾ നടന്നിട്ട് കുറച്ചും കൂടി വില്ലേജിന്റെ ഇന്റീരിയർ ഭാഗത്തേക്കാണ് പോയത്. അവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സിങ് തന്നെ ഭയങ്കര വ്യത്യാസമാണ് കാണാൻ. നല്ല രസമുണ്ട് കേട്ടോ, നമ്മൾ മൂവിയിലൊക്കെ കാണുന്ന പോലത്തെയാണ്. പിന്നെ വീടിന്റെ ആർക്കിടെക്ചറും നമ്മളെ നാടിനെ വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. തണുപ്പും സ്നോ ഒക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ വരുമാനം പോണിയാണ്, പോണി റൈഡാണ്. ഫീമെയിൽ കുതിരകളെ കൊണ്ട് ഇങ്ങനെ റൈഡിന് പോവുക. നമ്മൾ മറ്റേ പെഹൽഗാമിലൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, സെയിം തിങ്. അപ്പൊ നല്ല ഭംഗിയായിരുന്നു. നമ്മൾ അവിടുന്ന് പിന്നെ നേരെ ഇറങ്ങി. അപ്പൊ നമ്മള് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോ നമ്മള് സോൻമർഗിലേക്ക് പോകുന്നത്. അപ്പൊ ഇന്നലെ എല്ലാരും ഉറങ്ങാൻ ലേറ്റ്, കാരണം ഇന്നലെ സെമി ഫൈനൽസ് ആയിരുന്നു ഗൈസ്. നമ്മൾ ഇന്ത്യ സെമി ഫൈനൽസ് തൂക്കി ഫൈനൽസിലേക്ക് എത്തി. പൈത്താക്കളൊക്കെ കളി കണ്ട് ക്ഷീണിച്ച് ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പൊ ഇപ്പം പൈത്തന്റെ എല്ലാം ഉറങ്ങി പണിയിട്ടു. അപ്പോൾ ഫൈനലി ഇന്ത്യ ജയിക്കും നമുക്ക് വിചാരിക്കാം ഗൈസ്. എന്തായാലും ജയിക്കും ഒബ്വിയസ്ലി. നമ്മൾ സഞ്ജു ഇല്ലേ, നമ്മൾ സ്വന്തം മുത്ത്. അപ്പോൾ നമുക്ക് വില്ലീസ് എന്തോ ബാറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോപ്പ് ആയിന്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ പോകുന്ന മാർക്കറ്റിൽ കുറേ നല്ല ഡ്രസ്സ് ഉണ്ട് ലേഡീസിന്റെ. പക്ഷെ ഒന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. നമ്മൾ അതൊക്കെ വാങ്ങി യൂസ് ചെയ്തണ്ടല്ല, നമ്മളെ നാട്ടിലെ ക്ലൈമറ്റ് നമ്മൾ പുഴുങ്ങി മറ്റേ ചക്ക പുഴുങ്ങുന്ന പോലെ പുഴുങ്ങേണ്ടി വരും നമ്മളെ. പിന്നെ ഇവിടുത്തെ ആൾക്കാരെ കാണാൻ എന്തൊരു ഭംഗിയാ, പ്രത്യേകിച്ച് ലേഡീസ്. പെൺകുട്ടികൾ കാണാൻ ഇങ്ങനെ നല്ല രസമുണ്ട്. ഇത് കണ്ട് ഒരു പഴയ ഇവരെ ബസ്സായത്. ആക്ച്വലി ഇതൊരു 90s ബസ്സാണ് ഇവർ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. കണ്ടതാ ഈ ബസ് കണ്ടോ, ഇതാണ് ഇവര് ട്രാവൽ ചെയ്യുന്ന ബസ്. പണ്ട് 90s ബസ് എന്നാണ് ഇവര് പറഞ്ഞത്. ഇവിടുത്തെ ഒരു ബാങ്ക് ആണത്. പിന്നെ സ്ത്രീകളെ കാണാൻ സൂപ്പർ ഭംഗിയാണ്. ഇങ്ങനെ ആപ്പിൾ പോലെ ഉണ്ട് കാണാൻ. ആണുങ്ങളും അതുപോലെ ഭംഗിയുണ്ട്. പക്ഷെ എനിക്കൊന്ന് സ്ത്രീകളാണ് കുറച്ചുകൂടെ ഭംഗി ഇവിടെ. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ടൗൺ ആണെന്ന് തോന്നുന്നു. കാരണം ഇത്രയും കടകൾ ഞാൻ ഇത്ര ദൂരം ട്രാവൽ ചെയ്തിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പോൾ ഗാലറി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഞാൻ പേര് പറഞ്ഞ് തെറ്റിപ്പോയിട്ടോ. ഈ സ്ഥലത്തിന്റെ പേരാണ് ഇസ്ലാമാബാദ്. പക്ഷെ ഇത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് അല്ല, നമ്മൾ ഇന്ത്യയിലും ഉണ്ട് ഇസ്ലാമാബാദ്, കശ്മീരിലെ ഇസ്ലാമാബാദ്. ഇതൊരു വലിയ ടൗൺ ആട്ടോ. ഇവിടെ കുറെ ട്രെൻഡ്സ് ഞാൻ കണ്ടു. ഞാൻ ട്രെൻഡ്സ് ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല. ട്രെൻഡ്സ് ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ ട്രാവൽ ചെയ്തപ്പോഴാണ് വില്ലോ മരങ്ങൾ കാണാൻ വേണ്ടി തുടങ്ങിയത്. വില്ലോ മരത്തിൽ നിന്നാണ് വില്ലസ് ബാറ്റ് ഉണ്ടാക്കുന്നത്. പണ്ട് 19th 18th സെഞ്ചുറിയിൽ ബ്രിട്ടീഷേഴ്സ് ആണ് ഈ വില്ലോ മരം നമ്മൾ ഇവിടെ വന്ന് നട്ട് അത് മരങ്ങളാക്കി വലുതാക്കി അതിൽ നിന്ന് ബാറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ അത് കുറെ ഡെവലപ്പായി ഇവിടെ ഒരു ഇൻഡസ്ട്രി ആയി മാറി. അങ്ങനെ നമ്മളൊരു കടയിലേക്ക് കൊണ്ടുവന്നു. ആക്ച്വലി ഇവർക്ക് ഈ കടയിലൊക്കെ പോയ കമ്മീഷൻ കിട്ടാറുണ്ട് കേട്ടോ. അത് നമ്മളടുത്ത് അവരെന്നെ പറഞ്ഞു. നേരെ നമ്മൾ കൊണ്ടുപോയത് ഫാക്ടറിയിലേക്കാണ്. ഫാക്ടറിയിൽ നിന്ന് ബാറ്റ് വാങ്ങിക്കാന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഫാക്ടറി ഔട്ട്ലെറ്റിലേക്കാണ് പോയത്. ഇതാണ് ഫാക്ടറി കേട്ടോ. നമുക്ക് ഈ മരത്തിന്റെ ഫാക്ടറി അതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. നമ്മൾ പോയപ്പോൾ ഒരു ഫൈറ്റർ ജെറ്റ് കണ്ടു. ഫൈറ്റർ ജെറ്റ് ആയിരുന്നില്ല, എനിക്കൊന്നും എന്തൊരു കാരിയർ വിമാനമായിരുന്നു, എനിക്കെന്നെ കറക്റ്റ് പറയാൻ അറിയില്ല. അപ്പൊ നമ്മൾ ഈ നോർമൽ ടിമ്പർ ഫാക്ടറീസിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു സിനാരിയോ പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ ബാറ്റ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്കിത് കാണാനേ സാധിക്കില്ല. ഞാൻ കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല. ഉണ്ടോയെന്നുള്ളവരെ എനിക്ക് അറിയില്ല കേട്ടോ. ഇത് പല ക്വാളിറ്റീസിലും പല ഷേപ്സിലും അവൈലബിൾ ആണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ പോയപ്പോഴാണ് അറിയുന്നത്. ഇത് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഇതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ തൊട്ടത് നോർമൽ ക്വാളിറ്റി. എൻ്റെ ബാക്കിലുള്ളത് നല്ല ഹൈ ക്വാളിറ്റി ഉണ്ടാക്കുന്ന ബാറ്റിന്റെ വുഡാണ്. അപ്പം ഇവിടെ ഇങ്ങനെ അതിന്റെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിന് മറ്റേ നമ്മളെ വിരാട് കോഹ്ലി അതുപോലുള്ള ഇന്ത്യൻ ക്രിക്കറ്റർ സച്ചിൻ ടെണ്ടുൽക്കർ ഇവരൊക്കെ ഇവിടെ വന്നിട്ടാണ് ബാറ്റ് വാങ്ങുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കിതിന്റെ കാര്യങ്ങളൊന്നും കറക്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ. ഇവര് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന്റെ ശരിക്കുള്ള പേര് വിൽ ക്രാഫ്റ്റ് കാശ്മീർ വില്ലോ എന്നാണ്. ഇത് ആക്ച്വലി ഭയങ്കര എക്കണോമിക്കലാണ്, ഡ്യൂറബിളും ആണ്. പിന്നെ ഇതുവരെ പറഞ്ഞത് ബോത്ത് സോഫ്റ്റ് ആൻഡ് പിന്നെ ഹാർഡ് ബോൾസിനൊക്കെ യൂസ് ചെയ്യാം. എനിക്കൊന്ന് 2 ടൈപ്പ് ഉണ്ട്. എന്താ ടെന്നീസ് സ്റ്റിച്ച് ബോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മറന്നുപോയി ആക്ച്വലി. പിന്നെ ഇതിന്റെ ഷോക്ക് എബ്സോർപ്ഷൻസും ഭയങ്കര ഹൈ ആന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ കുറെ ക്രിക്കറ്റേഴ്സിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ആക്ച്വലി വന്ന് വാങ്ങിച്ചവരുടെ. ബൈത്താട്ടിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു. ക്രിക്കറ്റിന് ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമുണ്ടാവും. ഞാൻ പണ്ടൊക്കെ ഭയങ്കര ക്രിക്കറ്റ് ഇഷ്ടമുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഞാൻ അങ്ങനെ വാച്ച് ചെയ്യുന്നില്ല. എന്തെങ്കിലും വല്ല സെമി ഫൈനലൊക്കെ വന്നെങ്കിൽ മാത്രമേ വാച്ച് ചെയ്യാറുള്ളൂ. പണ്ട് എല്ലാ മാച്ചും ഞാൻ ഇരുന്ന് വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റ് ഇപ്പം ഇല്ല, എന്താണെന്നറിയില്ല.
അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട്, പക്ഷെ ഇതിന്റെ മാനുഫാക്ചറിങ് കാണണമെന്നുണ്ടായിന്. ഫ്രൈഡേ ആയതുകൊണ്ട് അത് ക്ലോസ്ഡ് ആയിരുന്നു, അത് കാണാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ബാറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ബാറ്റ്സിൽ തന്നെ പല ക്വാളിറ്റിയിലുണ്ട് കേട്ടോ. ഇവിടെ 15,000 ആ ഒരു റേഞ്ചിൽ വരെ ഉള്ളത് ഉണ്ട് എന്നാ പറഞ്ഞത്. നമ്മൾ പക്ഷെ ഒരു 2,000 3,000 ആ ഒരു റേഞ്ചിലുള്ള ബാറ്റാണ് വാങ്ങിയത്. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ബാറ്റ് ഉണ്ട് കേട്ടോ, ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റും ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്തുവിന് വേണ്ടിയിട്ടുള്ള ബാറ്റും കൂടെ അവിടെ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബാറ്റിൽ പല ഷേപ്സിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ അന്നാട്ടോ മനസ്സിലാക്കിയത്. स्ट्रोक देखते हैं, बाउंस देखते हैं, बाउंस और देखते हैं, निशान मत आएगा। हाँ हाँ, इसे प्रेस देखो, അതിനുണ്ടാ. how much it will come last price? അപ്പൊ നമ്മളിപ്പോ അതിന്റെ ബൗൺസിങ് ഉള്ളത് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നാട്ടാ മറ്റേ കടയിലെ ഷോപ്പ് കീപ്പർ. പിന്നെ നമ്മൾ അഡ്രസ് ഒക്കെ എഴുതി കൊടുത്തു, പിന്നെ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ തന്നെ കൊറിയർ ചെയ്യും, ഇൻസ്റ്റന്റ്ലി കൊറിയർ ചെയ്യുന്നതാ. പക്ഷെ നമുക്ക് നാട്ടിൽ കേരള ആയതുകൊണ്ട് 5 days എടുക്കുന്നതാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു പക്ഷെ ഒരാഴ്ച കഴിഞ്ഞു നമുക്ക് ശരിക്കും ബാറ്റ് നാട്ടിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ബാറ്റ് വാങ്ങി പൈസ കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് ഇനീഷ്യലൈസ് ചെയ്യണം, ഒപ്പിടണം. ആ ബാറ്റിൽ ഒപ്പിട്ടതിന് ശേഷം അവർ ഈ ഓറഞ്ച് കവറിൽ പൊതിഞ്ഞിട്ട് മറ്റേ കൊറിയർ ബോയ്ക്ക് കൊടുക്കും. അവർ ആക്ച്വലി ചെക്ക് ചെയ്യും ഈ ഇന്ന പിൻകോഡിൽ ഉണ്ടോന്ന്. നമ്മൾ ആദ്യം കാസർഗോഡ് അഡ്രസ്സിലാണ് കൊടുത്തത്, പക്ഷെ ആ പിൻകോഡിൽ ഡെലിവറി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ഓഫീസ് അഡ്രസ്സിലേക്ക് കൊടുത്തു, അവിടെ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് എല്ലാ സാധനം വാങ്ങുമ്പോഴും അവർ പറയുമായിരുന്നു നിങ്ങൾക്ക് നാട്ടിലേക്ക് വേണം കൊറിയർ ചെയ്യാം എല്ലാം. കുങ്കുമപ്പൂ, പിന്നെ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, നമ്മൾ എല്ലാ ഷോപ്പിലും പോയപ്പോൾ ബാഗ്, മറ്റേ മാറ്റൊക്കെ ഇല്ല, അതൊക്കെ കൊറിയർ ചെയ്യുന്നതാണ് പറഞ്ഞത്. എല്ലാ കടകളിലും കൊറിയർ ചെയ്ത് തരും, പക്ഷെ അതൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ കൊറിയർ ചെയ്യാൻ കൊടുത്തില്ല. പിന്നെ ഈ നമ്പർ വേണം നോട്ട് ചെയ്യട്ടോ, ആർക്കെങ്കിലും ബാറ്റ് വാങ്ങണമെങ്കിൽ ഇതിൽ നോക്കി വാങ്ങിച്ചോ, നല്ല ക്വാളിറ്റിയുള്ള ബാറ്റാണ്. അവിടെ നമ്മൾ കുറച്ചും കൂടെ അങ്ങ് ട്രാവൽ ചെയ്ത് കുറച്ചും കൂടെ മറ്റേ നമ്മൾ മസ്റ്റർഡ് തോട്ടവും വില്ലവും അതൊക്കെ കണ്ട്. ഇത് നമ്മൾ എന്തോ ഒരു മൈനിങ് ഏരിയയിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെയാണ് മൈനിങ് നടക്കുന്നത്. ഇതിപ്പോൾ ശ്രീനഗർ എത്താനായി. ശ്രീനഗറിൽ നമ്മൾ പോയ ദിവസം ആക്ച്വലി ഭയങ്കര മോശമായിരുന്നു സിറ്റുവേഷൻ. റോഡെല്ലാം ബ്ലോക്ക്ഡ് ആയിരുന്നു. സോൺമർഗിലേക്ക് പോകാനുള്ള വഴിയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെയോ വഴിയിലൂടെയാണ് കൊണ്ടുപോയത്. അങ്ങനെ ഉച്ച സമയമായി, നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സമയമായപ്പോൾ കടകളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു ഈ പ്രശ്നം ഉള്ളതുകൊണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മളെ ക്യാബിലെ മറ്റാ ചേട്ടന് പ്രാർത്ഥിക്കും വേണമായിരുന്നു. അപ്പം നമ്മൾ ആ സമയം അവിടെ നിർത്തിയിട്ട് അവർ പ്രാർത്ഥിച്ചു, നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങി കഴിച്ചു. നമ്മൾ പോയത് എനിക്ക് തോന്നുന്നു എന്തോ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫ്രൈഡേയിലാണ് പോയത്. അപ്പോൾ അവർക്ക് പ്രയർ ഒന്നും മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് വാങ്ങി കഴിക്കുന്ന സമയത്ത് അവർ പോയി പ്രാർത്ഥിച്ചു. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്ന റിവറാണ് സിന്ധ് റിവർ. സിന്ധ് റിവർ ഏത് റിവാന്ന് മനസ്സിലായോ? നമ്മളെ ജനഗണമനയിൽ പറയുന്നില്ലേ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ആ റിവറാണ് ഇത് ഇപ്പം നമ്മൾ കണ്ടത് താഴെയുള്ളത് സിന്ധ് റിവർ. അത് ഏതൊരു നദിയിൽ നിന്ന് ഒഴുകി ചെറിയൊരു ഇതേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. കൂടുതൽ അങ്ങനെ കണ്ടിന്യൂസ് ആയി നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സിന്ധ് റിവറിൻ്റെത്. പിന്നെ നമ്മൾ സോൺമർഗിൽ എത്തുന്നത് നമുക്ക് ആക്ച്വലി കണ്ട് മനസ്സിലാവുമായിരുന്നു. കാരണം ടൗണിൽ നിന്ന് ഈ സ്നോ ഇല്ല ഏരിയയിലേക്ക് നമുക്ക് അങ്ങനെ. അപ്പൊ നമ്മള് ഇവിടുന്നാണ് ശ്രീനഗറിൽ നിന്ന് സോൺമർഗിലേക്ക് പോകുന്ന റോഡാണ്. പക്ഷെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടും ഇറാനിലെ ലീഡർ മരിച്ചിട്ടുള്ള ഫസ്റ്റ് ഫ്രൈഡേ ആയതുകൊണ്ടും ശ്രീനഗർ ഫുള്ളി ക്ലോസ്ഡ് ആണ്. മാർക്കറ്റ്സ് ഒന്നുമില്ല. പിന്നെന്താ ഡൽലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കത് വൈകുന്നേരമാണ് നമ്മൾ ഇറ്റിനറിയിലുള്ളത്. അപ്പോൾ സോൺമർഗ് പോകുമ്പോൾ റോഡൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ശ്രീനഗർ ടു സോൺമർഗ് റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം നമ്മളെ കുറേ ഗാവിലൂടെ എല്ലാം കൊണ്ടുപോയി അവസാനം നമ്മളിപ്പോൾ സോൺമർഗ് എത്താനായി. കുറച്ച് മഞ്ഞെല്ലാം കാണുന്നുണ്ട് ഇന്ന്. ഇപ്പൊ നമുക്ക് ശ്രീനഗറിൽ നമ്മൾ കുറച്ച് പാനിക്കായി അത് കണ്ടപ്പോൾ. പക്ഷെ പ്രശ്നമൊന്നുമില്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. ആ ഒരു സിറ്റുവേഷൻ ആണ്. നമ്മൾ വന്ന ടൈം ശ്രീനഗറിലേക്ക് കുറച്ച് മോശമായി പോയി. ബാക്കിയെല്ലാം പ്രോപ്പറായി കാണാൻ പറ്റും. പക്ഷെ ശ്രീനഗർ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. നമ്മളപ്പോൾ സോൺമർഗ് എത്താനാവുമ്പോൾ നമുക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷം ഉണ്ടായത്. കാരണം എന്താന്ന് വെച്ചാൽ പെഹൽഗാം ടു സോൺമർഗ് നല്ല ദൂരം ഉണ്ടായിരുന്നു. ഒരു 5 hours ജേർണി ഉണ്ടായിരുന്നു. പോരാത്ത ഇതിന് ശ്രീനഗറിന്റെ റോഡെല്ലാം ക്ലോസ്ഡ് ആയതുകൊണ്ട് ഏതൊക്കെയോ നാട്ടിലാണ് നമ്മൾ എത്തിയത്. അതുകൊണ്ട് ഒരു 5-6 മണിക്കൂർ ദൂരം നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്നു. നമ്മൾ നന്നായി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും ആ ടണൽ ഒന്ന് കണ്ടിട്ട് പോവാം, അത്രേ ഉണ്ടായിരുന്നിട്ടുള്ളൂ.
അങ്ങനെ സോൻമാർഗ് ടണൽ നമ്മൾ സെഡ്മോർഗ് ടണൽ എന്നും പറയും കേട്ടോ. ഇത് 2015 കൺസ്ട്രക്ഷൻ ആരംഭിച്ചിട്ട് 2024 ഇതിന്റെ കൺസ്ട്രക്ഷൻ തീരുന്നത്. 13th January 2025 ഇതിന്റെ ഇനോഗ്രേഷൻ നടക്കുന്നത്. ശ്രീ നരേന്ദ്രമോദിയാണ് ഇതിന്റെ ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലെന്ന് വെച്ചാൽ 1000 വണ്ടികൾക്ക് പെർ അവർ നമുക്ക് ഇതിൽ പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല ഭംഗിയാണ്. ഇതിലൊരു സർപ്രൈസ് ഉണ്ട്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരുന്നോ വീഡിയോന്റെ. ഇപ്പൊ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നോർമൽ ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ എൻ്റർ ചെയ്തത്. സർപ്രൈസ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ എക്സിറ്റിലാണ് മക്കളെ. അയ്യോ, നമ്മൾ വേറെ എന്തോ ലോകത്തെത്തിയ പോലെ. നിങ്ങൾ നോക്കിക്കോ, കൗണ്ട് ചെയ്തു എന്നോടെ. റെഡി, 1 2 3. നോക്ക്, കണ്ട ആ ഒരു ഡിഫറൻസ് കണ്ടോ? നമ്മൾ എൻ്റർ ചെയ്ത സ്ഥലേ അല്ല നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ. ഭയങ്കര ഭംഗിയുണ്ട്. സ്നോഫോളും കൂടി ഉണ്ടെങ്കിൽ ഇതിനേക്കാളും ഭംഗി ഉണ്ടാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അവിടുന്ന് കുറെ പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്തു പോയി, കാരണം നമ്മൾ നന്നായി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ മറ്റേ ഈ സംഭവം ദല്ലേക്കും കൂടെ ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഭയങ്കര സങ്കടത്തോടെയാണ് ഗൈസ് തിരിച്ചു പോകുന്നത്. അപ്പൊ ഗൈസ് ഇന്നലെ നമ്മൾ വ്ളോഗ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ്ലി ആണ് എൻഡ് ചെയ്തത്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ ശ്രീനഗറിൽ പ്രൊട്ടസ്റ്റ് ഉള്ളതുകൊണ്ട് ഫുൾ ക്ലോസ് ആയിരുന്നു, ദൽ ലേക്ക് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. സോ ഇന്ന് നമ്മൾ രാവിലെ ദൽ ലേക്ക് കൊണ്ടുപോകാമെന്നാണ് നമ്മളെ മറ്റേ ക്യാബിലെ ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാം ഞാൻ ദൽ ലേക്ക് പോകാൻ വേണ്ടി നല്ലൊരു സുന്ദരി കുട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെഡിയാണ്. നമ്മളിനി ഫുഡ് കഴിക്കട്ടെ, കാരണം 8:30 ആകുമ്പോൾ നമ്മളെ ക്യാബ് വരും. അപ്പം നമ്മൾ ഇന്ന് നിന്ന ഹോട്ടൽ ഡൗൺ ടൗൺ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ നിങ്ങൾക്ക് റൂമിൻ്റെ ഇന്നലെ കാണിച്ചു തന്നല്ലോ, ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി ഹോട്ടലാണ്. ആരെങ്കിലും ശ്രീനഗർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. വളരെ നല്ല ഹോട്ടലാണ്. ഓക്കെ, ഇത് വെച്ചല്ലേ പഴയ ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു സംഭവമാണ്. ഇപ്പം ലൈറ്റ് അത്ര നന്നായിട്ടില്ല, രാത്രി നല്ല ഭംഗിയായിരുന്നു അത് ആക്ച്വലി കാണാൻ, ലൈറ്റ്സ് എല്ലാം ഇട്ടപ്പോൾ. ഒരു പഴയ ആർക്കിടെക്ചറാട്ടത് കണ്ടോ, ഇങ്ങനത്തെ കുറേ ജനാലകൾ, ലൈറ്റ്സ്, പിന്നെ ചുറ്റും പിക്ചേഴ്സ്. അവിടെ ഇരുന്ന് നമ്മുടെ റൂം. താഴോട്ട് നമുക്ക് ഇവർക്ക് മറ്റേ ഷോപ്പിംഗ് ഏരിയ എല്ലാം ഉണ്ട്. താഴെയെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ കാണിച്ചു തരാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ല, ഗുഡ് മോർണിംഗ്. അപ്പം സ്പ്രെഡിൽ ഞാനെടുത്തത് കട്ട് ഫ്രൂട്ട്സ്, പിന്നെ എന്തോ പൊട്ടറ്റോ ഫ്രൈ, സാൻഡ്വിച്ച്, ഇത് ചോക്കൂസ് എടുത്തു. അതിനേട്ടം പൂരി ഭാജി, ഓംലെറ്റ് അവർ കൊണ്ടുവരും. പിന്നെ ഇഡ്ഡലി, പിന്നെന്താണ് ബ്രെഡ് ജാം ഉണ്ട് കേട്ടോ. ഇഡ്ഡലി വടയുണ്ട്, പിന്നെ എന്തോ സ്വീറ്റ് ഉണ്ട്, സ്പെഗറ്റി പാസ്ത ഉണ്ട്. പൂരി ഭാജി എങ്ങനെയുണ്ട്? രസമുണ്ടോ? അങ്ങനെ നമ്മൾ ഷിക്കാര റൈഡിന്റെ ആ ഏരിയയിലെത്തി. ഇവിടെ എവിടെയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പ്രീ ബുക്ക്ഡ് ആണ് ഈ സംഭവമെല്ലാം, ബോട്ട്സ് എല്ലാം. സോ ഇവരെ നമ്മളിപ്പോൾ കൊണ്ടുപോകും. ഇവർക്കിപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ അറിയായിരിക്കുമല്ലോ. എനിക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങാൻ പറ്റിയിട്ട് ഇതുവരെ അതുകൊണ്ടാണ് എൻ്റെ ഒരു സങ്കടം. കിട്ടുമായിരിക്കും, ഇത്ര രാവിലെ കിട്ടുമെന്നുള്ളൊരു പേടിയുണ്ട്, ബട്ട് സ്റ്റിൽ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. സോ ഇവിടുന്ന് അങ്ങോട്ടാണ് ഷിക്കാര റൈഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ, അവിടെ CRPFന്റെ ഒരു വണ്ടി പോകുന്നുണ്ട്. ഇവിടെ എപ്പോഴും സർവൈലൻസ് ഉണ്ട്. കാശ്മീർ ഖാവ ഇവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അല്ലോ ഇതേട്ടാ. ഞാൻ ഈ നാട്ടിൽ കണ്ട ഒരു പ്രത്യേകത എന്താ അറിയോ, ഇവിടെ ആരും ദേഹം അനങ്ങിയൊന്നും പണിയെടുക്കൂല. ഒരു കടയുണ്ടാവും, അതിന്റെ മുന്നിൽ ഒരു 10 ആൾ ഇങ്ങനെ കുത്തിയിരിക്കും. വേറൊരു കടയുണ്ടാവും, അതിന്റെ മുമ്പിൽ 10 ആൾ ഇങ്ങനെ കുത്തിയിരിക്കും. നടക്കുന്നതിൽ എന്ത് സ്ലോ ആണല്ലോ, ഒച്ചത്തിൽ ഇവർ സംസാരിക്കുക പോലും ഇല്ല ഗൈസ്. ഇവരെങ്ങനെയാ ജീവിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഓ, അപ്പൊ നമ്മളാളെ വിളിക്കുന്നുണ്ട്, നമ്മളെ ഷിക്കാര റൈഡ് പോട്ടി ഗൈസ്. ഓ, എൻ്റെ കശ്മീരിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയ 2 കാര്യം. ഒന്ന് ഷിക്കാര റൈഡ്, പിന്നെ മറ്റത് സ്നോ ആയിരുന്നു, മറ്റേ സാരിയിൽ ഡാൻസ് കളിക്കാൻ. സോ ദൈവം സഹായിച്ചിട്ട് 2 നടന്നു. താങ്ക് ഗോഡ്, ഗ്രാറ്റിറ്റ്യൂഡ്. ഇതിന്റെ ഡ്രസ്സ് എനിക്ക് യൂണിക്കോണിന്റെ, ഒന്ന് യൂണിക്കോണൊക്കെ ഇട്ട് സുന്ദരി ആയനിട്ടു. യൂണിക്കോണിന്റെ ഷൂ, യൂണിക്കോണിന്റെ ഡ്രസ്. ഇവരല്ലേ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ. പിള്ളേരെല്ലാം എന്തൊരു സ്നേഹം അറിയോ, സ്വന്തം കുട്ടികളെ പോലെ എല്ലാവരും നോക്കുക. നമ്മൾ പോയ സ്ഥലത്തൊക്കെ. കെയർഫുൾ, കേറ് കേറ്. അമ്മ വരുന്നു. അപ്പൊ നമ്മള് ഷിക്കാര റൈഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇത്തു ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു.
നല്ല രസമുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ വൈകുന്നേരത്തിനേക്കാൾ രസം രാവിലെയാന്ന് തോന്നുന്നു. വൈകുന്നേരമാണ് നല്ല ലൈറ്റ്സ് ഉണ്ടാവുക പറഞ്ഞത് ഞാൻ വീഡിയോസ് എല്ലാം കണ്ടപ്പോ. ഇപ്പോഴും ഉണ്ട് ലൈറ്റ്സ്, എന്നാലും നല്ല സുഖമുണ്ട്. ഷിക്കാര ബോട്ടിന്റെ ഇന്റീരിയർ ആയിട്ട് നിങ്ങളിപ്പോ കണ്ടത്, അതും നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഷിക്കാര എന്ന് വെച്ചാൽ നോർമലി വുഡൻ ഹൗസ് ബോട്ട്, അത് തന്നെയാണ് അതിന്റെ അർത്ഥവും. ഈ ദൽ ലേക്കിന് വേറൊരു പേരും കൂടി ഉണ്ട്, ജ്വൽ ഇൻ ദ ക്രൗൺ ഓഫ് കശ്മീർ എന്നാണ് പറയാ. കശ്മീരിലെ കിരീടത്തിലെ ഒരു ഭയങ്കര പ്രഷ്യസ് സ്റ്റോൺ ആണ് ദൽ ലേക്ക്. അത് പറയുന്ന പോലെ തന്നെയാണ്. ചുറ്റിലും നല്ല ഭംഗിയായിരുന്നു കാണാൻ. നമ്മളിപ്പോൾ വീട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ കമ്മൽ വാങ്ങി, പാർവി, ചില്ല, നിധി, ഇത്തു, സുനിയേച്ചി, രസിയേച്ചി. ഞാൻ വാങ്ങിയിട്ടില്ല, ബിക്കോസ് നല്ല പൈസയായിരുന്നു ഗൈസ്. അപ്പൊ നമ്മൾ പിള്ളേർക്കും ചേച്ചിമാർക്കും വേണ്ടി കമ്മൽ വാങ്ങി. ഇത് ഭയങ്കര ഹാപ്പി, എല്ലാവർക്കും കൂടി ഗിഫ്റ്റ് വാങ്ങിയപ്പോൾ. പിന്നെയാണ് നമ്മൾ മുസ്താഖ് കാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാവയിലെ ഒരു അങ്കിൾ നമ്മൾ അപ്രോച്ച് ചെയ്തത്. ഭയങ്കര യുണീക്ക് സെല്ലിംഗ് സ്റ്റൈലായിരുന്നു അവരത്. മറ്റൊരു നട്ട്സ് ഇട്ട ഒരു ഈത്തപ്പഴം, പിന്നെന്താ കാവയൊക്കെ നമുക്ക് കുടിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. നട്ട്സ് ഇട്ട ഈത്തപ്പഴം, നോർമലി നട്ട്സിന്റെ പൊടി ഇട്ട ഈത്തപ്പഴം എങ്ങനെ ഉണ്ടാവും, പക്ഷെ കാവ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ടേസ്റ്റും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ഇങ്ങനെ പച്ച പച്ച കളറായിരുന്നു. ആള് പിന്നെ ഭയങ്കര വാചാലനായിരുന്നു. എനിക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, എത്ര 50K ഫോളോവേഴ്സ് ഉണ്ട്. എനിക്കൊരു ബാങ്കിന്റെ എല്ലാം പോലെ തോന്നി കളർ. ഞാൻ ബാങ്ക് ഇതുവരെ കുടിച്ചിട്ടില്ല, പക്ഷെ കളർ അതിനെ പോലെ റിസംബിൾ ചെയ്യുന്ന പോലെ ഉണ്ട്. ടേസ്റ്റ് നല്ലതായിരുന്നു. പക്ഷെ ഇതിനേക്കാളും നല്ല കാവാസ് നമ്മൾ ആക്ച്വലി കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സർപ്രൈസിങ് ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ആ ഒരു തണുപ്പിന് ആ ഒരു കാവ കിട്ടുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. ദൽ ലേക്കിന്റെ ചുറ്റും കാണാൻ നല്ല ഭംഗിയാണ്. മലകളിൽ പിങ്ക് കളർ ഫ്ലവേഴ്സ്, യെല്ലോ, വൈറ്റ്, അങ്ങനെ കുറേ ഭംഗിയുള്ള പൂക്കൾ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം ഞാൻ കാത്തു നിന്ന് എൻ്റെ ഫ്രിഡ്ജ് മാഗ്നറ്റ് വന്നു. അയാളെ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ആര് വന്നില്ലെങ്കിൽ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആരും വരണേന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ നോക്കി സെലക്ട് ചെയ്തൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് സെലക്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവുക. ബിക്കോസ് അത് എപ്പോഴും ഒരു മെമ്മറി നമ്മളെ കയ്യിൽ ഉണ്ടാവുമല്ലോ. ഞാൻ ഏത് നാട്ടിൽ പോയാലും ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് എന്തായാലും വാങ്ങാറുണ്ട്. ഇപ്പൊ എനിക്ക് ആ ശീലമുള്ളതുകൊണ്ട് ബൈത്തേട്ടൻ എപ്പോഴും ഇങ്ങനെ, നീ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിയോ എന്ന് ചോദിക്കും. എനിക്കത് ഒരു മെമ്മറി കളക്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പോയ സ്ഥലത്തിന്റെ. പിന്നെ അവിടെ നമുക്ക് ഇങ്ങനെ നിൽക്കാട്ടോ, ഈ ഷിക്കാര പോലത്തെ നമ്മൾ ഹൗസ് ബോട്ടില്ലേ, നമ്മൾ കുട്ടനാടുള്ള അതുപോലുള്ള സ്ഥലങ്ങൾ എവിടെയുണ്ട്, അവിടെ നമുക്ക് വേണം നിൽക്കാം. പക്ഷെ നമ്മൾ നിന്നില്ല. നമ്മൾ ശ്രീനഗറിൽ വേറൊരു ഹോട്ടലിലായിരുന്നു നിന്നത്. പിന്നെ നമ്മൾ ഈ ഫോട്ടോസ് എടുക്കുന്ന കാണുമല്ലോ, ഈ കശ്മീരി ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ ഒരാൾ വന്ന് ഫോട്ടോസ് എടുത്തു തരാന്ന് പറഞ്ഞിട്ട് അവർ തന്നെ നമുക്ക് ഡ്രസ്സ് ഇട്ട് തരും, ജ്വല്ലറി ഇട്ട് തരും, പിന്നെ കുറെ പാട്ട പൂക്കളെല്ലാം തരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നെ ഒരുക്കുന്ന കാണുമ്പോൾ ഇത്തൂനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഫോട്ടോ എടുക്കാൻ. അങ്ങനെ എൻ്റെ ഒരു 10 ഫോട്ടോ എടുത്തു. പിന്നെ ഇത്തൂന്റെയും കുറച്ച് ഫോട്ടോസ് എടുത്തു. നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകും. നമ്മൾ ഈ ഷിക്കാരാന്ന് അവർ നമ്മളെ ഇറക്കി വേറൊരു ഷിക്കാരയിൽ കയറ്റി വരിങ്ങ് കൊണ്ടുപോകും. പിന്നെ ഇത്തൂന്റെയും കുറേ നല്ല ഭംഗിയുള്ള ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട്, നിങ്ങൾക്ക് പോയി കാണാട്ടോ ഈ ഫോട്ടോസ് കാണണമെങ്കിൽ. പിന്നെ ഞാൻ തംബ്നെയിലായിട്ടും കൊടുക്കാം കുറച്ച് ഫോട്ടോസ്. ഇത്തു ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടിരുന്നു. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്തുവിന് ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്യാൻ, ഫോട്ടോ എടുക്കാൻ, മേക്കപ്പ് ചെയ്യാൻ, ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഇത്തു. അങ്ങനെ പറഞ്ഞ പോലെ കൈ അങ്ങനെ വെക്കാൻ പറഞ്ഞപ്പെടുത്തു, തുഴയെടുക്കാൻ പറയുമ്പോഴെടുത്തു, പാട്ട കുടം എല്ലാം എടുത്തു. ഞാൻ ചെയ്തത് മുഴുവൻ അവക്കും ചെയ്യണമായിരുന്നു. പക്ഷെ ഇത്തുവിനെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ഞാൻ അത്ര ക്യൂട്ട് ഉണ്ടായിരുന്നില്ല. എന്ത് പറഞ്ഞാലും ഇവക്ക് ഹിന്ദി മനസ്സിലാവുന്നുണ്ട്, അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ പൈസ കൊടുത്തതിന് കാര്യമുണ്ട്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോകുന്നതാണ് മൂൺലൈറ്റ് ഫഡ്ജ്, വാൾനട്ട് ഫഡ്ജ് കഴിക്കാൻ. അയ്യോ, ഇതിന്റെ ടേസ്റ്റ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി കിടിലൻ സാധനം. ഞങ്ങൾ നാട്ടിലേക്ക് വാങ്ങി. എനിക്ക് ഓഫീസിൽ കുറച്ച് കൊടുക്കണം, ഫ്രണ്ട്സിന് കൊടുക്കണം, അങ്ങനെ കുറച്ച് കൊടുക്കണമായിരുന്നു. അപ്പം നമ്മൾ നാട്ടിലേക്ക് ഇതിൻ്റെ ഒരു വലിയൊരു ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വാൾനട്ടിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലായിരുന്നു ബൈത്തേട്ടന്, പക്ഷെ ബൈത്തേട്ടനും ഭയങ്കര ഇഷ്ടമായ ഒരു സാധനമാണ് ഇത്, വാൾനട്ട് ഫഡ്ജ്. മൂൺലൈറ്റ് എന്നുള്ളൊരു കമ്പനിയുടെ വാൾനട്ട് ഫഡ്ജ്. ഇത് മറ്റേ എയർപോർട്ടിൽ അവൈലബിൾ ആയിരുന്നു കേട്ടോ. നമുക്കത് അറിയില്ലായിരുന്നു. നമ്മൾ ഇവിടുന്നേ വാങ്ങിക്കൊണ്ട്. പിന്നെ നമ്മൾ പോയതാണ് ലാൽ ചൗക്കിൽ നമ്മൾ സ്ട്രീറ്റിലൊന്നും പോയില്ല, കാരണം അത് ക്ലോസ്ഡ് ആയിട്ട് ഓപ്പൺ ആയി വരുന്നേ ഉണ്ടായിരുന്നു. നല്ല അതിരാവിലെ ആണല്ലോ. അങ്ങനെ നമ്മൾ ക്ലോക്ക് ടവറിൽ പോയി. നമ്മളെ ക്ലോക്ക് ടവർ എല്ലാവർക്കും അറിയാമല്ലോ, കാരണം കാശ്മീരിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ടി വിയിൽ ഫസ്റ്റ് വരെ ഈ ക്ലോക്ക് ടവറിൽ പ്രൊട്ടസ്റ്റ് ആണ്. ക്ലോക്ക് ടവറിലാണെങ്കിൽ ചുറ്റും CRPF, മിലിറ്ററി, മറ്റേ പോലീസ്, അങ്ങനെ എല്ലാ ആൾക്കാരും ചുറ്റും ഇങ്ങനെ ഓരോരോ 10 സെന്റിമീറ്റർ അപ്പുറം നിൽക്കുന്നുണ്ടായിരുന്നു. അത്രയും പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഏരിയ ആയിരുന്നു. ഈ ഓവറോൾ കാശ്മീർ ട്രിപ്പ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങളെ മെമ്മറിയിൽ
എപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് എന്താണ് സാധനം ഇതിനുണ്ടാവും. കശ്മീരെ പറ്റിയുള്ള എൻ്റെ ഒരു മുഖചിത്രം തന്നെ ഇവിടെ വന്നപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ കാശ്മീർ വരാൻ പറ്റുകയാണെങ്കിൽ ആർക്കെങ്കിലും അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ആരും മിസ് ചെയ്യരുത്, എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെ ഇതായിരുന്നു നമ്മളെ ഡ്രൈവർ. ഇവർക്കൊക്കെ ബായ് കൊടുത്ത് നമ്മൾ പോവാണ്. അപ്പോൾ വേറൊരു വ്ളോഗിൽ കാണാം. ബൈ.